നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർകോട്ട് കർണാടക KSRTC ബസ് ഡ്രൈവറെ ആക്രമിച്ച യുവാവ് പിടിയിൽ. എരിയാലിൽ വെച്ചായിരുന്നു ബസ് തടഞ്ഞ് ഡ്രൈവറെ ആക്രമിച്ചത്. ബെൽത്തങ്ങാടിയിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ 3 കോളേജ് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ച സംഭവം ഞെട്ടൽ മാറാതെ നാട്. ത്രിദിന പണിമുടക്ക്. കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ CPC-യുടെ മുൻപിൽ ധർണ നടത്തി. കളക്ഷൻ ജീവനക്കാരോടുള്ള വാക്ക് പാലിക്കണം. കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് കാസർഗോഡ് ജില്ലാ സമിതി കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ തൃക്കരിപ്പൂർ ബ്ലോക്ക് സമ്മേളനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കം. മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ലീഡേഴ്സ് കോൺക്ലേവ് നടത്തി. വാർത്തകൾ വിശദമായി. കാസർകോട്ട് റോഡിൽ സ്കൂട്ടർ വെച്ച് കർണാടക KSRTC ബസിനെ തടയുകയും ഡ്രൈവറെ ആക്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ യുവാവ് പിടിയിൽ. എരിയാലിലെ മുഹമ്മദ് നസ്ബർ അലിയെയാണ് കാസർകോട് ടൗൺ SI പ്രതീഷ് കുമാറും സംഘവും പിടികൂടിയത്. യുവാവ് ബസ് തടയുകയും ഡ്രൈവറെ ആക്രമിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ KCN ന്യൂസിന്. കാസർഗോഡ് എരിയാലിൽ സർവീസ് റോഡിൽ സ്കൂട്ടർ വെച്ച് കർണാടക KSRTC ബസിനെ തടയുകയും ഡ്രൈവറെ ആക്രമിക്കുകയും ചെയ്ത യുവാവിനെ കാസർഗോഡ് ടൗൺ പോലീസ് പിടികൂടി. എരിയാലിലെ മുഹമ്മദ് നസ്ബർ അലിയെയാണ് കാസർഗോഡ് ടൗൺ SI പ്രതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സതീഷ്, ഗുരുരാജ, സിവിൽ പോലീസ് ഓഫീസർമാരായ സനീഷ്, ശ്രീരാജ്, അഭിലാഷ് എന്നിവരുൾപ്പെട്ട സംഘം പിടികൂടിയത്. ചൊവ്വാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. കാസർഗോഡ് നിന്നും മംഗളൂരുവിലേക്ക് പോകുകയായിരുന്ന കർണാടക KSRTC ബസിനെ എരിയാലിലെത്തിയപ്പോൾ മുഹമ്മദ് നസ്ബർ അലി തടയുകയും ഡ്രൈവറെ ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ KSRTC ഡ്രൈവർ മൊബൈലിൽ പകർത്തിയിരുന്നു. ഈ തെളിവുൾപ്പെടെ കാണിച്ച് കാസർഗോഡ് ടൗൺ പോലീസിൽ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുകയും ബുധനാഴ്ച പ്രതിയെ ചൗക്കിയിൽ നിന്നും പിടികൂടുകയുമായിരുന്നു. KSRTC ബസ്സിന് മുന്നിലായി സ്കൂട്ടറിൽ പോകുകയായിരുന്ന മുഹമ്മദ് നസ്ബർ അലി കാരണമൊന്നുമില്ലാതെ സ്കൂട്ടർ ബസ്സിന് മുന്നിൽ നിർത്തി ഇറങ്ങി വന്ന് ഡ്രൈവറെ ആക്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ബസ് യാത്ര തടസ്സപ്പെടുത്തിയതിനും ഡ്രൈവറുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ഡ്രൈവറെ അടിച്ച് പരിക്കേൽപ്പിച്ചതിനുമാണ് നസ്ബർ അലിക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഇയാളെ കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മംഗളൂരു ബെൽത്തങ്ങാടിയിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ 3 കോളേജ് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ച സംഭവം നാടിനെ കണ്ണീരിലാഴ്ത്തി. മംഗളൂരുവിലെ സ്വകാര്യ കോളേജിൽ BSc നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് മരിച്ചത്. സിന്ധി അണക്കെട്ട് പരിസരത്ത് പുഴയിൽ നീന്താനിറങ്ങിയവർ ശക്തമായ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. മംഗളൂരു ബെൽത്തങ്ങാടി വേനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബാർക്കാജയിൽ പുഴയിൽ 3 കോളേജ് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചത് നാടിൻ്റെ നൊമ്പരമായി. മംഗളൂരുവിലെ സ്വകാര്യ കോളേജിൽ BSc നഴ്സിംഗ് വിദ്യാർത്ഥികളായ കളവൂരിൽ താമസിക്കുന്ന മൂടബിദ്രി എടപ്പദവ് സ്വദേശി വിക്ടർ ഫെർണാണ്ടസിൻ്റെ മകൻ ലോറസ് ഫെർണാണ്ടസ്, ബസവഗുഡിയിലെ CS സുനിൽ എന്നയാളുടെ മകൻ CS സൂരജ്, ബണ്ട്വാൾ വെഗ സ്വദേശിയായ ജെയിംസ് ഡിസൂസയുടെ മകൻ ജോയ്സൺ ഡിസൂസ എന്നിവരാണ് മരിച്ചത്. സ്ഥലത്തെ ക്രൈസ്തവ ദേവാലയവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കുവാനായി എത്തിയതായിരുന്നു ഇവർ. സിന്ധി അണക്കെട്ട് പരിസരത്ത് പുഴയിൽ നീന്തുവാനിറങ്ങിയ ഇവർ ശക്തമായ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. പോലീസ്, അഗ്നിശമന സേന, നാട്ടുകാർ എന്നിവർ ചേർന്ന് നടത്തിയ തിരച്ചിലിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവത്തോടനുബന്ധിച്ച് ചായക്കട തുറന്ന് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്.
സൈക്കിൾ പെരുമ കൊണ്ട് പേരുകേട്ട സ്കൂളിൽ സൈക്കിൾ കൂടാരമൊരുക്കാനുള്ള ധനശേഖരണാർത്ഥമാണ് SPC സ്നേഹത്തിന്റെ ചായക്കട തുറന്നത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ സൈക്കിളിൽ എത്തുന്ന വിദ്യാലയമാണ് ജില്ലാ കലോത്സവം നടക്കുന്ന ഉദിനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ സ്കൂളിൻ്റെ സൈക്കിൾ പെരുമ ഏറെ പ്രസിദ്ധവുമാണ്. എന്നാൽ വെയിലും മഴയും കൊള്ളാതെ സൈക്കിളുകൾക്ക് പാർക്ക് ചെയ്യുവാൻ മതിയായ സംവിധാനം വിദ്യാലയത്തിലില്ല. ഇപ്പോഴിതാ വിദ്യാർത്ഥികളുടെ സൈക്കിളുകൾ സുരക്ഷിതമായി പാർക്ക് ചെയ്യുവാൻ സൈക്കിൾ കൂടാരം ഒരുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് സ്കൂളിലെ SPC കാഡറ്റുകൾ. കാസർഗോഡ് ജില്ലാ റവന്യൂ കലോത്സവത്തോടനുബന്ധിച്ച് സൈക്കിൾ കൂടാരത്തിലേക്കുള്ള ധനശേഖരണാർത്ഥം സ്നേഹത്തിൻ്റെ ചായക്കട തുറന്നിരിക്കുകയാണ് SPC. നിരവധി പേരാണ് ചായക്കടയിലെത്തി SPCയുടെ സ്നേഹ ചായയുടെ രുചി നുകരുന്നത്. കലോത്സവ നഗരിയിലെ വേറിട്ട കാഴ്ചയായി നിലകൊള്ളുന്ന ചായക്കട ചേർത്ത് പിടിക്കലിൻ്റെയും സഹായ മനസ്കതയുടെയും സന്ദേശമാണ് പകരുന്നത്. സ്നേഹക്കടയുടെ ഉദ്ഘാടനം അഡീഷണൽ SP P ബാലകൃഷ്ണൻ നിർവഹിച്ചു. ചന്ദേര SHO പ്രശാന്ത്, ADNO തമ്പാൻ, സ്കൂൾ പ്രിൻസിപ്പൽ PV ലീന, HM സുബൈദ, PTA പ്രസിഡന്റ് V സുരേഷൻ, SPC സ്കൂൾ ചുമതലയുള്ള ഷിബു K, വിജയശ്രീ, SPC കാഡറ്റുകൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള ടൗണിലെ ബസ് സ്റ്റോപ്പിൽ ബുർഖയിട്ടെത്തിയ യുവാവ് പിടിയിൽ. സ്ത്രീകളുടെ സമീപത്തിരിക്കുകയായിരുന്ന ഇയാളെ സംശയം തോന്നിയ സ്റ്റോപ്പിലെ മറ്റുള്ളവർ നിരീക്ഷിക്കുകയും പിന്നീട് കൈയോടെ പിടികൂടുകയുമായിരുന്നു. ബുർഖാധാരി ഓടി രക്ഷപ്പെടാൻ ശ്രമം നടത്തിയെങ്കിലും വിലപ്പോയില്ല. കുമ്പള ടൗണിലെ ബസ് സ്റ്റോപ്പിൽ ബുർക്കയിട്ടെത്തി സ്ത്രീകളുടെ സമീപത്തിരിക്കുകയായിരുന്ന യുവാവിനെ സ്ഥലത്തുണ്ടായിരുന്നവർ കൈയോടെ പിടികൂടി. വ്യാഴാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം. ബസ് സ്റ്റോപ്പിലെ സ്ത്രീകളുടെ സമീപത്തിരിക്കുകയായിരുന്നു ബുർഖാധാരി. ഇയാളുടെ ചലനങ്ങളിൽ സംശയം തോന്നിയ ചിലർ നടത്തിയ നീക്കത്തിലാണ് യുവാവ് പിടിയിലായത്. യുവാവിൻ്റെ കാൽപാദങ്ങളും ചെരുപ്പും പുരുഷൻ്റേതാണെന്നുറപ്പാക്കിയ ശേഷം സ്റ്റോപ്പിലുണ്ടായിരുന്നവർ ഉടൻ തന്നെ സ്ഥലത്തുണ്ടായിരുന്ന മറ്റുള്ളവരെ വിവരമറിയിച്ചു. ഇതിനിടയിൽ തന്നെ തിരിച്ചറിഞ്ഞുവെന്ന് തോന്നിയ ബുർഖാധാരി ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചു. ഇതിനു മുൻപ് തന്നെ ഇയാളെ സ്ഥലത്തുണ്ടായിരുന്നവർ കൈയോടെ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. ഹിന്ദി സംസാരിക്കുന്നയാളാണ് പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. മറ്റ് വിവരങ്ങൾ ലഭ്യമല്ല. ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ CPCയുടെ മുൻപിൽ ധർണ നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള ത്രിദിന പണിമുടക്ക് നടത്തുന്നതിന്റെ ഭാഗമായാണ് ധർണ നടത്തിയത്. കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേരള ബാങ്ക് ജീവനക്കാർ സംസ്ഥാന വ്യാപകമായി 3 ദിവസത്തെ പണിമുടക്ക് പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി CPCക്ക് മുൻപിൽ ധർണ നടത്തി. കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് A പ്രകാശ് റാവു ഉദ്ഘാടനം ചെയ്തു. എന്താണ് ഈ മാനേജ്മെന്റ് സർക്കാർ നടത്തുന്നത്? നമ്മുടെ ത്രിദിന പണിമുടക്കിന്റെ തലേദിന ഇന്നലെ ഒരു തട്ടിക്കൂട്ടിയ ശമ്പള പരിഷ്കരണ കമ്മിറ്റിയുടെ ഉത്തരവ് കാണുകയുണ്ടായി. വളരെ പ്രത്യേകിച്ച ഒരു ഉത്തരവാണ്. സാധാരണമായി നിയമപരമായി ഒരു ശമ്പള പരിഷ്കരണ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത്യാവശ്യമായിട്ട് അവിടെ ഉണ്ടാകേണ്ട ഒരു കമ്മിറ്റി മെമ്പറാണ് മാനേജ്മെൻറ്റ് പ്രതിനിധി. കഴിഞ്ഞ കാലങ്ങളിൽ 4-5 ജില്ലാ ബാങ്കിൻ്റെ പ്രസിഡന്റുമാർ ഉൾപ്പെടെ മാനേജ്മെൻറ്റ് പ്രതിനിധികളായി ഉണ്ട കാലത്ത് കേരള ബാങ്ക് രൂപീകരിച്ച ശേഷം ആദ്യത്തെ ശമ്പള പരിഷ്കരണ കമ്മിറ്റിയിൽ കേരള ബാങ്കിന്റെ മാനേജ്മെന്റ് പ്രതിനിധി ആരും തന്നെ കാണുന്നില്ല. ജില്ലാ പ്രസിഡന്റ് P ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജീവനക്കാരുടെ കുടിശ്ശികയായ 39% ക്ഷാമബത്ത അനുവദിക്കുക, ബാങ്കിലെ 2000-ഓളം ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യുക, മലപ്പുറം ജില്ലയിലെ ജീവനക്കാരുടെ 3 വർഷമായി തടഞ്ഞുവെച്ചുകൊണ്ടിരിക്കുന്ന പ്രൊമോഷനുകൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളിൽ സർക്കാരും സഹകരണ മന്ത്രിയും കേരള ബാങ്ക് മാനേജ്മെന്റും സ്വീകരിക്കുന്ന നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. സംസ്ഥാന കൗൺസിൽ അംഗം KM പ്രകാശൻ, വനിതാ കൺവീനർ ലത P, ശ്രീരേഖ, സംസ്ഥാന വനിതാ കമ്മിറ്റി അംഗം സതി P, ജില്ലാ വൈസ് പ്രസിഡന്റ് VV ഗോപി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ശ്രീജിത് കുമാർ KV സ്വാഗതവും ജില്ലാ ട്രഷറർ ശശിധരൻ കാനത്തൂർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് കാസർഗോഡ് ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. കളക്ഷൻ ജീവനക്കാരോടുള്ള വാക്ക് പാലിക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. 7 മാസം പിന്നിടുന്ന മന്ത്രിതല വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുക, കളക്ഷൻ ജീവനക്കാരോടുള്ള വാക്ക് പാലിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് കാസർഗോഡ് ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി.
ധർണാ സമരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അബ്ദുള്ള കുഞ്ഞി ചെർക്കള ധർണ ഉദ്ഘാടനം ചെയ്തു. അതിശക്തമായ സമര പോരാട്ടങ്ങളും പെൻഷൻകാരുടെ പ്രയാസങ്ങളും അവരുടെ ദുരിതങ്ങളും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് സർക്കാരിന് മുമ്പിൽ അതിശക്തമായ നിലപാടും സമീപനവുമായി കൊണ്ട് സ്വീകരിച്ച് മുന്നോട്ടു പോകാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഈ സമരം ഒരു സൂചന മാത്രമാണ്. സൂചന കൊണ്ട് ഈ സർക്കാർ പലതും പഠിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും ഓരോ കോടതികളിൽ നിന്നായി കേരളത്തിലെ പ്രതിപക്ഷത്തെ ആളുകൾക്കെതിരായിക്കൊണ്ട് നിരന്തരമായി കോടതി കേസും വ്യവഹാരങ്ങളുമായി കൊണ്ട് ചുറ്റിക്കറിയുമ്പോൾ കോടതികളിൽ നിന്ന് പോലും ഈ ഗവൺമെന്റിന് അതിശക്തമായ തിരിച്ചടികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി സഫറുള്ള തങ്ങൾ സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് മക്കാർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി മൂസാബി ചെർക്കള, STU ജില്ലാ പ്രസിഡന്റ് A. അഹമ്മദ് ഹാജി, SCU സംസ്ഥാന സെക്രട്ടറിമാരായ നാസർ നങ്ങാരത്ത്, OM സഫീഖ്, മജീദ് സന്തോഷ് നഗർ, TE മുക്താർ, AG സിദ്ദിഖ്, അബ്ദുള്ള ചാല, മാഹിൻ മാസ്റ്റർ, അബ്ദുൽ ഖാദർ മാസ്റ്റർ ചേരൂർ, മൂസക്കുട്ടി, ഷാഫി മാപ്പിളക്കുണ്ട്, ഷംസുദ്ദീൻ കൊടവഞ്ചി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചില്ലറ വ്യാപാര മേഖലയെ സംരക്ഷിക്കണമെന്ന് കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൗൺസിൽ യോഗം. പുതിയ ഭാരവാഹികളെയും യോഗം തിരഞ്ഞെടുത്തു. KJ സജിയാണ് പുതിയ പ്രസിഡന്റ്. പുതിയ ജനറൽ സെക്രട്ടറി സമീർ ഔട്ട്ഫിറ്റും ട്രഷറർ ഹസൻ ഹാജിയുമാണ്. കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെൻറ്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ്റെ 2024-26 വർഷത്തെ കാസർഗോഡ് ജില്ലാ കൗൺസിൽ യോഗം ജില്ലാ വ്യാപാര ഭവനിൽ നടന്നു. ഏറ്റവും കൂടുതൽ തൊഴിൽദാതാക്കളും ഉൽപ്പാദകരുമുള്ള വസ്ത്രമേഖല ഇന്ന് കടുത്ത പ്രതിസന്ധിയിലാണെന്നും സർക്കാർ ഇതിനെ ഗൗരവമായി കാണണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ചില്ലറ വ്യാപാര മേഖലയെ സംരക്ഷിക്കുവാൻ നടപടിയുണ്ടാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. പുതിയ ഭാരവാഹികളെയും യോഗം തെരഞ്ഞെടുത്തു. KJ സജിയാണ് പുതിയ പ്രസിഡന്റ്. പുതിയ ജനറൽ സെക്രട്ടറി സമീർ ഔട്ട്ഫിറ്റും ട്രഷറർ ഹസൻ ഹാജിയുമാണ്. വൈസ് പ്രസിഡന്റുമാരായി അഷ്റഫ് സുൽസൻ, കുഞ്ഞികൃഷ്ണൻ, ആകാശ് കുഞ്ഞിരാമൻ, ബഷീർ കനില എന്നിവരെയും സെക്രട്ടറിമാരായി ധനേഷ് നീലേശ്വരം, ഫൈറൂസ് മുബാറക്, ബാലൻ വിവിധ, അബു തൃക്കരിപ്പൂർ എന്നിവരെയും തെരഞ്ഞെടുത്തു. KDGA സ്റ്റേറ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി നവാബ് ജാനാണ് യോഗം ഉദ്ഘാടനം ചെയ്തത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടന പരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉദുമ ബേവൂരി സൗഹൃദ വായനശാല ആൻഡ് ഗ്രന്ഥാലയം സംഘടിപ്പിക്കുന്ന KT മുഹമ്മദ് സ്മാരക പ്രൊഫഷണൽ നാടക മത്സരം ഡിസംബർ 3 തുടങ്ങും. സൗഹൃദ വായനശാല ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് നാടക മത്സരം അരങ്ങേറുക. ഉദുമ ബേവൂരി സൗഹൃദ വായനശാല ആൻഡ് ഗ്രന്ഥാലയം സംഘടിപ്പിക്കുന്ന KT മുഹമ്മദ് സ്മാരക പ്രൊഫഷണൽ നാടക മത്സരം ഡിസംബർ 3 മുതൽ 7 വരെ നടക്കും. ഇതിന്റെ ഭാഗമായി ജില്ലാതല അമേച്ചർ നാടക പ്രദർശനവും സാംസ്കാരിക പരിപാടികളും നടക്കുമെന്നും സൗഹൃദ വായനശാല ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് നാടക മത്സരം അരങ്ങേറുകയെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രശസ്ത സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട് മത്സരം ഉദ്ഘാടനം ചെയ്യുമെന്നും ഉദ്ഘാടന ദിവസം തിരുവനന്തപുരം നവോദയയുടെ കലുങ്ക് എന്ന നാടകം അരങ്ങേറുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ആദ്യ 2-ാം ദിവസം യാനം, 3-ാം ദിവസം കല്യാണം, 4-ാം ദിവസം മഴവില്ല്, 5-ാം ദിവസം 2 പ്രദർശന നാടകങ്ങളാണ്. ഒന്ന് സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ബിരിയാണി എന്ന കഥയെ അടിസ്ഥാനമാക്കി പെരുമ്പള കലാസമിതി അവതരിപ്പിക്കുന്ന ബസുമതി, അതുപോലെ തന്നെ മൂരികൾ ചുരമാന്തുമ്പോൾ എന്ന സൗഹൃദ വായനശാല ആൻഡ് ഗ്രന്ഥാലയം കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ നാടകോത്സവത്തിൽ അവതരിപ്പിച്ചതും 4ാം സ്ഥാനം നേടിയതും മികച്ച നടനുള്ള സമ്മാനം നേടിയതുമായ നാടകമാണ് ഗ്രന്ഥാലയത്തിന്റെ സ്വന്തം നാടകം മൂരികൾ ചുരമാന്തുമ്പോൾ. അപ്പോൾ ആ 6 നാടകങ്ങളാണ് ഇത്തവണ ഇതിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്നത്. നാടക മത്സരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം 3-ന് വൈകുന്നേരം ഡോക്ടർ അംബികാസുധൻ മാങ്ങാടാണ് നിർവഹിക്കുക. സംഘാടക സമിതി ചെയർമാൻ KV കുഞ്ഞിരാമൻ, KV രഘുനാഥൻ, അബ്ബാസ് രചന, NA അഭിലാഷ്, K വിജയകുമാർ, രാജേഷ് മാങ്ങാട്, രവീന്ദ്രൻ കൊക്കാൽ, KV ബാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. PDPയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് പ്രകടനം നടത്തി. ഉത്തർപ്രദേശിലെ ഷാഹി മസ്ജിദിലെ സർവേയുമായി ബന്ധപ്പെട്ട് ജനക്കൂട്ടവും പോലീസും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3 പേർ മരണപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രകടനം നടത്തിയത്. നിരവധി പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കെടുത്തു.
ഉത്തർപ്രദേശിലെ ഷാഹി മസ്ജിദിലെ സർവേയുമായി ബന്ധപ്പെട്ട് ജനക്കൂട്ടവും പോലീസും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 5 പേർ മരണപ്പെട്ട സംഭവത്തിൽ PDP സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായാണ് കാസർഗോട്ടും പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ മണ്ഡലം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ നേതാക്കളും പ്രവർത്തകരുമുൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ബാബരി സംഘികൾ തട്ടി തകർത്തു. ഞാൻ വാപ്പിയിൽ പൂജ തുടങ്ങി. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വെൽഡിംഗ് വർക്ക്ഷോപ്പുകൾക്ക് നേരത്തെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നൽകി വന്ന വൈറ്റ് കാറ്റഗറി പുനഃസ്ഥാപിക്കണമെന്ന് കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ തൃക്കരിപ്പൂർ ബ്ലോക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു. നടക്കാവ് ശ്രീപ്രഭ മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ മേഖലയിൽ സ്ഥാപനങ്ങളും തൊഴിലാളികളും നേരിടുന്ന കടുത്ത പ്രതിസന്ധി പരിഹരിക്കാൻ പലിശരഹിത വായ്പ അനുവദിക്കണമെന്നും സംഘടന മറ്റൊരു പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കയ്യൂർ, ചീമേനി, തൃക്കരിപ്പൂർ, ചെറുവത്തൂർ, വലിയപറമ്പ്, പിലിക്കോട്, പടന്ന പഞ്ചായത്ത് പരിധിയിലെ പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ എല്ലാ പദ്ധതിയും നോൺ റോഡ് എന്നൊരു പദ്ധതിയും ഈ നോൺ റോഡ് എടുക്കാൻ വേണ്ടി മറ്റുമാരാണ്. യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ നിന്ന് തന്നെ പങ്കെടുക്കുന്ന ആളുകൾക്ക് അത് ലൈസൻസോടുകൂടി തന്നെ എടുത്തെടുക്കാൻ പറ്റുന്നതാണ്. അസോസിയേഷൻ ബ്ലോക്ക് പ്രസിഡന്റ് TV ഗണേശൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഉദയൻ കുണ്ടംകുഴി മുഖ്യാതിഥിയായിരുന്നു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് M സജേഷ് കുമാർ, വൈസ് പ്രസിഡന്റ് രമേശൻ വെള്ളച്ചാൽ, ട്രഷറർ അനീഷ് ചക്കര, ബ്ലോക്ക് സെക്രട്ടറി K ഹരിദാസൻ, OPT പത്മനാഭൻ, PV ഭാസ്കരൻ, മുരളി ചീമേനി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വരാനിരിക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കങ്ങളുമായി മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ ലീഡേഴ്സ് കോൺക്ലേവ് നടത്തി. നടക്കാവ് മിഥിലാജ് മിനി ഹാളിൽ നടന്ന കോൺക്ലേവ് മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി A അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പഞ്ചായത്ത് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാർ, യൂത്ത് ലീഗ്, വനിതാ ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറിമാർ, പോഷക സംഘടനാ നിയോജക മണ്ഡലം ഭാരവാഹികൾ, മുസ്ലിം ലീഗ് മണ്ഡലം പ്രവർത്തക സമിതി അംഗങ്ങൾ ഉൾപ്പെടെ 220-ൽ പരം പ്രതിനിധികൾ കോൺക്ലേവിൽ ആദ്യാവസാനം പങ്കെടുത്തു. നടക്കാവ് മിഥിലാജ് മിനി ഹാളിൽ നടന്ന കോൺക്ലേവ് മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി A അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PKC റൌഫ് ഹാജി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട് ആമുഖ പ്രഭാഷണം നടത്തി. വിവിധ വിഷയങ്ങളിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയം, ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഷറഫുദ്ദീൻ, മോട്ടിവേഷൻ ട്രെയിനർ ഹംസ പാലക്കി എന്നിവർ ക്ലാസ് എടുത്തു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VKP ഹമീദ് അലി, ജില്ലാ സെക്രട്ടറിമാരായ AGC ബഷീർ, TCA റഹ്മാൻ, AB ഷാഫി, മണ്ഡലം ഭാരവാഹികളായ ലത്തീഫ് നീലഗിരി, NKP മുഹമ്മദ് കുഞ്ഞി, റഫീഖ് കോട്ടപ്പുറം, A മുസ്തഫ ഹാജി, ജാദിയിൽ അസൈനാർ, മുഹമ്മദ് കൂളിയാട്, HM കുഞ്ഞബ്ദുള്ള, PKC കുഞ്ഞബ്ദുള്ള, നിഷാം പട്ടേൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ VK ബാവ, PV മുഹമ്മദ് അസ്ലം, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഷ്റഫ് പള്ളിക്കണ്ടം, AC അത്താഉള്ള, MT അബ്ദുൽ ജബ്ബാർ, PK ലത്തീഫ്, അഡ്വക്കേറ്റ് MTP കരീം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർകോട്ട് കർണാടക KSRTC ബസ് ഡ്രൈവറെ ആക്രമിച്ച യുവാവ് പിടിയിൽ. എരിയാലിൽ വെച്ചായിരുന്നു ബസ് തടഞ്ഞ് ഡ്രൈവറെ ആക്രമിച്ചത്. ബെൽത്തങ്ങാടിയിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ 3 കോളേജ് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ച സംഭവം. ഞെട്ടൽ മാറാതെ നാട്. ത്രിദിന പണിമുടക്ക്. കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ CPC-യുടെ മുൻപിൽ ധർണ നടത്തി. കളക്ഷൻ ജീവനക്കാരോടുള്ള വാക്ക് പാലിക്കണം. കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് കാസർഗോഡ് ജില്ലാ സമിതി കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ തൃക്കരിപ്പൂർ ബ്ലോക്ക് സമ്മേളനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു.
തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കം. മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ലീഡേഴ്സ് കോൺക്ലേവ് നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.